നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. കർക്കിടക മാസത്തില് മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വാസ്തവമാണോ? അത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് അതിനൊരു മറുപടി പറയാം. പക്ഷേ ഈ കർക്കിടകം കഴിയാനായപ്പോ ഇനി 2 ദിവസമേ ഉള്ളൂ. ഈ സമയത്താണോ ഇതിനുള്ള മറുപടി എന്ന് ചോദിച്ചാല്, കർക്കിടക മാസം മഴക്കാലം ഉള്ള ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് അത് ലോജിക്കലി പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇത് കഴിഞ്ഞുള്ളതോ അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉള്ളതോ ആയിട്ടുള്ള മഴക്കാലത്തും നമ്മൾ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അതിന്റെ കാരണങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ നാട്ടിൻപുറങ്ങളിലുള്ള ആൾക്കാരൊക്കെ പറയാറുള്ളത്, മുരിങ്ങയിലയില് ഈ കർക്കിടക മാസമൊക്കെ ആവുമ്പോഴത്തേക്ക് ധാരാളം വിഷങ്ങൾ അടിഞ്ഞു ചേരും. അത് അതിന്റെ ഇലയിലായിരിക്കും. അതുപോലെ തന്നെ ഇത് കിണറിന് ചുറ്റും ധാരാളം നട്ടുപിടിപ്പിക്കാറുണ്ട്. ഇതിന്റെ വേരുകള് വിഷം വലിച്ചെടുക്കുന്നതാണ്. അത് ഈ മഴക്കാലാകുമ്പോൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ വിഷം നമ്മളുടെ ശരീരത്തിലേക്ക് വരും. അതുപോലെ തന്നെ ഇതിന്റെ ഇലയില് സയനൈഡിന്റെ അംശമുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ കേട്ട് വന്നിട്ടുള്ള കാര്യങ്ങള്. ഇതിന്റെ യാഥാർത്ഥ്യം നമുക്കൊന്ന് നോക്കാം. നമ്മളെല്ലാവരും ഇലവർഗ്ഗങ്ങള് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. ഈ പഴങ്ങളും പച്ചക്കറികളും എല്ലാം സീസണലായിട്ട് ലഭിക്കുന്നതാണ്. ഓരോ സീസണിലും ഓരോ തരം പഴങ്ങളും ഓരോ തരം പച്ചക്കറികളും ലഭ്യമാണ്. ഇതെല്ലാം അതിൽ മിനറൽസും വിറ്റാമിൻസും ഫൈബറൊക്കെ കിട്ടാൻ വേണ്ടി മാത്രമല്ല, അതാത് സമയത്തുള്ള ആ ഒരു കാലാവസ്ഥയ്ക്കനുസരിച്ച് രോഗപ്രതിരോധ ശേഷി നമുക്ക് ലഭിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ടും കൂടിയാണ് നമ്മൾ കർക്കിടകം പോലെയുള്ള മഴക്കാലത്ത് നമ്മൾ പത്തിലകള് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. എന്നാൽ ഈ പത്തിലകള് ഏതാണ്ട് നമുക്കൊരു വർഷാഭു എന്നൊക്കെ പറയാം. കാരണം അത് ആ ഒരു സീസൺ ആവുമ്പോഴത്തേക്ക് പൊട്ടിമുളച്ചോ അല്ലെങ്കിൽ നമ്മൾ നട്ട് വളർത്തിയെടുത്ത് ആ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് അത് പോകും. എന്നാൽ മുരിങ്ങ എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ്. അത് വർഷം മുഴുവൻ ഉള്ളതാണ്. അതിന്റെ ഇലയും സീസണലായിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പൂവും കായും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. നേരത്തെ കുറെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഈ ഒരു സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നമുക്ക് ദഹനശക്തി വളരെ കുറഞ്ഞ സമയമാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരങ്ങൾ വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഈ മുരിങ്ങയിലയില് സെല്ലുലോസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. സെല്ലുലോസ് എന്ന് പറയുന്നത് എല്ലാ സസ്യങ്ങളുടെയും കോശഭിത്തി നിർമ്മിക്കുന്നതിലുള്ള ഒരു പ്രധാന ഘടകമാണ്. ഇത് ദഹിക്കാനാകാത്ത തരം കാർബോഹൈഡ്രേറ്റുകളാണ്. വെള്ളത്തിൽ അലിയില്ല. അതായത് ഇൻസൊല്യൂബിൾ ഫൈബർ ആണ്. ഇതാണ് ഓരോ സസ്യത്തിനും ഘടനയും ശക്തിയും നൽകുന്നത്. ഇത് ദഹിപ്പിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. എന്നാൽ ഇതൊരു ഫൈബർ അല്ലെങ്കിൽ ഡയറ്ററി ഫൈബർ ആയിട്ട് നമുക്ക് സുഖശോധന ലഭിക്കാനായിട്ട് സഹായിക്കും. ഇതും നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. മലവിസർജനം സുഗമമാക്കി കുടലിനെ ശുദ്ധി ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ സെല്ലുലോസിന്റെ മറ്റ് ഉറവിടങ്ങളാണ് പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും വിത്തുകളും എല്ലാം. ഈ സെല്ലുലോസിന്റെ അളവ് നമ്മളുടെ ശരീരത്തിൽ കൂടിയാലുള്ള പ്രശ്നങ്ങളാണ്. നമുക്ക് വയറ് വീർത്ത് വരിക, ബ്ലോട്ടിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ, വായുവിന്റെ ശല്യം, വയറിളക്കം ഉണ്ടാകുക, മലബന്ധം ഉണ്ടാകുക. കുറഞ്ഞ ഫൈബർ ഡയറ്റ് വേണ്ടവരും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരും ഈ ഒരു സമയത്ത് ഇത് കഴിക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് കൂടുതലായിട്ട് വയറ്റിൽ നിന്ന് പോകാനുള്ള ഒരു സാധ്യത ഉള്ളതാണ്. എന്നാല് നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലെല്ലാം സെല്ലുലോസിന്റെ അംശം ഉണ്ടല്ലോ, പിന്നെ അതിന്റെ കൂട്ടത്തില് മുരിങ്ങയിലയും കൂടെ കഴിച്ചാൽ എന്താണ് എന്നൊരു ചോദ്യം ഇപ്പൊ തോന്നുന്നുണ്ടാവില്ലേ? ഇവിടെ മുരിങ്ങ ഒരു വൃക്ഷമാണ്. ബാക്കി പത്തിലകളെല്ലാം പെട്ടെന്ന് കൊഴിഞ്ഞു പോകാവുന്നതോ അല്ലെങ്കിൽ അതിന്റെ ഒരു സീസൺ കഴിയുമ്പോൾ അത് നശിച്ചു പോകുന്നതോ ആണ്. അതായത് ഇതിന്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് കാണുന്നത് പോലെ തന്നെ ഈ 2 വിഭാഗത്തിലും, ഒന്ന് മുരിങ്ങയും മറ്റേത് നമ്മൾ പത്തിലകളും നോക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സെല്ലുലോസ് എന്ന് പറയുന്ന ആ ഒരു ഘടകത്തിന്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. അതായത് ഈ മരങ്ങൾക്ക് സെല്ലുലോസും ലിഗ്നിൻ എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒരു പോളിമറും ചേർന്നിട്ടാണ് അതിന് ആ ഒരു ദൃഢമായിട്ടുള്ള ഒരു ഘടന നൽകുന്നത്. ഒരു കാറ്റടിച്ചാല് ഈ മറ്റ് പത്തിലകളൊക്കെ താഴെ പോകും. എന്നാൽ മരം കാറ്റിനെയും നല്ല മഴയെയും ഒക്കെ അതിജീവിക്കാൻ തക്ക പാകത്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ കമ്പികൾ സെല്ലുലോസും അതിനെ ബലമുള്ളതാക്കാൻ സഹായിക്കുന്ന സിമന്റ് ലിഗ്നിനായിട്ട് നമുക്ക് എടുക്കാം. അതുകൊണ്ട് തന്നെ ഈ സെല്ലുലോസ് കൂടുതൽ അടങ്ങിയ മുരിങ്ങയില ഈ ദഹനം കുറവുള്ള സമയത്ത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പൊതുവേ മുരിങ്ങയില കഴിച്ചാല് ആ നാരുകള് മലത്തിലൂടെ പുറന്തള്ളുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. മലം അയഞ്ഞു പോവുകയും ചെയ്യും. ഇത് ഈ കർക്കിടകത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് ഉദ്ദേശിച്ചത്. ഇതാണ് ഇതിന്റെ ആ ഒരു ലോജിക്ക്. ഇതിനു പുറമെ ഈ മുരിങ്ങയില ഉഷ്ണഗുണം കൂടുതലുള്ളതാണ്.
ഇത് ശരീരത്തിൽ പിത്തം കൂടാൻ കാരണമാകും. മഴക്കാലത്ത് ഇലകളിൽ ചിലന്തി പോലെയുള്ള ചെറിയ ചെറിയ കീടങ്ങളൊക്കെ കൂട് വെക്കുകയും ഇതിന്റെ തന്നെ ചെറിയ കീടങ്ങൾ അതിലുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഫംഗസ് ബാധയൊക്കെ കൂടുതൽ ഈ ഇലകളിൽ കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇലവർഗ്ഗങ്ങൾ നമ്മൾ പൊതുവെ കഴുകി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ചീരയൊക്കെയാണ് കഴുകി ഉപയോഗിക്കുക. ബാക്കിയെല്ലാം നമ്മൾ മിക്കവാറും അത് പറിച്ച് അതേപടി അരിഞ്ഞെടുത്ത് അതിലെന്തെങ്കിലും അണുക്കളുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അരിഞ്ഞെടുത്ത് വെക്കുന്നതാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗസോ അല്ലെങ്കിൽ ഈ ചിലന്തി പോലെയുള്ള കീടങ്ങളൊക്കെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഈ സമയത്ത് ഇതിന് കയ്പ് കൂടുതലാണ്. ഈ ഒരു സെല്ലുലോസിന്റെ അളവ് കൂടുതൽ ഉണ്ടെങ്കിൽ കയ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടും. ഇതേ ഒരു ഇത് തന്നെയാണ് കപ്പയിലും. സയനൈഡിന്റെ അംശം കപ്പയിലുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവിടെ കയ്പ് കൂടുന്നതിനനുസരിച്ചാണ് നമ്മൾ കപ്പയുടെ ആ ഒരു സയനൈഡിന്റെ അംശം നമ്മൾ പറയുന്നത്. ഈ സാധ്യതകൾ മഴയുള്ള എല്ലാ സമയത്തും ബാധകമാണ്. എന്നാൽ ആരോഗ്യമുള്ള ഒരാൾക്ക് ചെറിയ അളവിൽ ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാ ഇലവർഗ്ഗങ്ങളും നമ്മൾ കഴിക്കുന്നത് അതിലെ മിനറൽസും വിറ്റാമിൻസും ആ ഫൈബർ കിട്ടി അത് ഈ സെല്ലുലോസ് ഒന്നും ദഹിക്കില്ല എങ്കിലും നമുക്ക് നല്ല മോഷനൊക്കെ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സീസണലായിട്ട് നമുക്ക് ഈ സമയത്ത് മറ്റിലകൾ ലഭ്യമാണ്. ആ ഒരു സമയത്ത് മുരിങ്ങയില വേണമെങ്കിൽ അതിൽ ഈ സെല്ലുലോസിന്റെ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാതിരിക്കാം. മാത്രമല്ല ആയുർവേദം അനുസരിച്ച് അങ്ങനെ ഒരു പ്രത്യേക റെഫറൻസ് ഒന്നും ഈ ഒരു സമയത്ത് ഇത് കഴിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഈ ഒരു ഉഷ്ണ സ്വഭാവം ഉള്ളതുകൊണ്ട് പിത്തം വർദ്ധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും ഈ ഒരു സമയത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്.